എല്ലാവർക്കും എൻ്റെ ഈവനിങ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസ് കാണും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ എൻ്റെ വൈകുന്നേരത്തെ കാഴ്ചകൾ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെയാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഏട്ടനെയും കൊണ്ട് വന്നതെന്ന് പറഞ്ഞല്ലോ, ഷുഗറായിട്ട്. ഇപ്പം ഏട്ടന് കുഴപ്പമൊന്നുമില്ല, കുറച്ച് സമാധാനമുണ്ട്. എന്നാലും ഈ വക പണികളൊന്നും ഏട്ടനാണ് ചെയ്യാറും ഇന്ന്. പക്ഷെ ഇന്ന് ഒന്നും ചെയ്യണ്ടെന്ന് വെച്ചു. അപ്പോൾ ഇത് നനയ്ക്കുമ്പോൾ കാലുമ്പിലത്തെ മുറി ഒന്ന് നനഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാൻ പൈപ്പൊക്കെ വലിച്ച് ജോയിൻറ്റ് ചെയ്ത് ഉമ്മറത്തെ ഭാഗത്തെ കഴുങ്കും തെങ്ങുമൊക്കെ നനച്ചിരുന്നു. അത് വീഡിയോ എടുത്തിരുന്നു, പക്ഷെ കിട്ടിയില്ല. അപ്പം അതിൻ്റെ പൈപ്പ് ജോയിൻറ്റ് ചെയ്തിട്ട് വെള്ളം പോയതാണ് ഇതൊക്കെ കാണുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടുത്തെ ഭാഗം ഒക്കെ മുറ്റൊക്കെ ഒന്ന് അടിച്ച്, പിന്നെ കുറച്ച് മടക്കാനുണ്ടായിരുന്നു. മോള് ഇങ്ങനെ പട്ട വീഴുന്നത്, ഇപ്പോൾ വേനൽക്കാലം കൊണ്ട് നല്ലോണം പട്ട വീഴില്ല. അപ്പോൾ അതൊക്കെ മോള് കൊടുന്നിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വെട്ടിയിട്ടു. ഇപ്പോൾ ഏതായാലും അടുപ്പ് കത്തിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതും വെട്ടിയിട്ടു. ഞാൻ തെങ്ങ് നനയ്ക്കുന്ന സമയത്ത് അത് എടുത്ത് ഒപ്പം വെട്ടിയിടലും കഴിയുമ്പോൾ രണ്ട് ജോലിയും കഴിയും. തെങ്ങിന് ഇങ്ങനെ പിടിച്ച് നിൽക്കണ്ടല്ലോ, കുറച്ച് നേരം ഇട്ട് കൊടുത്താൽ പിന്നെ ഇടയ്ക്ക് പോയിട്ട് ഓരോ തെങ്ങിനായിട്ട് ഇങ്ങനെ മാറ്റി ഇട്ട് കൊടുക്കുക ചെയ്യുക. ആ സമയത്ത് നമ്മളുടെ ഇവിടുത്തെ വിറകുണ്ടാക്കണ പണി അത് കഴിഞ്ഞു. അതിനുശേഷം ഞാൻ മുറ്റമൊക്കെ അടിക്കുകയാണ്. അപ്പം അത് വീഡിയോ എടുത്തിരുന്നു, പക്ഷെ അത് ഇപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യണ സമയത്ത് അത് അതിൽ റെക്കോർഡായിട്ടില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ വൈകുന്നേരത്തെ എൻ്റെ ചെറിയ കുറച്ച് വിശേഷങ്ങൾ ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുകയാണ്. പിന്നെ അമ്മ ഇവിടെ ഉള്ളത് കൊണ്ട് അമ്മ പിന്നെ ബാക്കി തുണി എടുക്കലും പാത്രം കഴുകലൊക്കെ അമ്മ ചെയ്യുന്നുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് വലിയ ജോലികളൊന്നും ഇല്ലല്ലോ, ഇങ്ങനത്തെ ജോലിയല്ലേ ഉള്ളൂ. പിന്നെ രാത്രിയാണ് ഇനി ഭക്ഷണത്തിൻ്റെ അമ്മയ്ക്കും ഏട്ടനും അത് രാത്രി ഉണ്ടാക്കിയാൽ മതി. ഗോതമ്പത്തിൻ്റെ ചപ്പാത്തിയോ എന്തെങ്കിലും ഒന്ന് രാത്രി ഉണ്ടാക്കും. അപ്പോൾ രാവിലെ ഇങ്ങനത്തെ പണികളൊക്കെ ആണ് വൈകുന്നേരം ഞാൻ ചെയ്യാറ്. അപ്പോൾ ഇപ്പോൾ ഒരു വിറക് കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം അത് കയ്യിൽ പിടിച്ച് പോരും കേട്ടോ. എന്തൊരു ശുഷ്കാന്തിയാണെന്നറിയില്ല. പണ്ട് ഇതൊന്നും കണ്ടാൽ തിരിഞ്ഞു പോലും നോക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ ആവശ്യമുള്ളപ്പോഴാണ് എല്ലാറ്റിൻ്റെയും വില അറിയണം. ചെറിയൊരു സാധനത്തിൻ്റെ പോലും വില മനസ്സിലാണ്. ഈ സംഭവം ഞാൻ വൈകുന്നേരം ചെയ്യാറില്ല, ഈ തുണി കഴുകൽ കേട്ടോ. രാവിലെ മാത്രമേ തുണി കഴുകാറുള്ളൂ, എന്നിട്ട് കുളിക്കുക ചെയ്യാറ്. ഇതിപ്പോൾ ഹോസ്പിറ്റലിൽ പോയി വന്നിട്ട് കുറച്ച് തുണി അവിടെ വെച്ചിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ കഴുകിയിട്ട് അതിൻ്റെ ബാക്കി ഞാൻ സോപ്പിലിട്ട് വെച്ചിരുന്നു. അപ്പോൾ വൈകുന്നേരം അത് കഴുകാം എന്ന് വിചാരിച്ചിട്ട് കഴുകലില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മോൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന സമയത്തൊക്കെ അവൻ ഇതേപോലെ ഒരുപാട് തുണിയായിട്ട് ഇങ്ങോട്ട് വരും. അവൻ നാട്ടിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ തുണി ലോണ്ടറി കൊടുത്ത് കഴുകിക്കില്ല കേട്ടോ, ഒക്കെ ഇവിടെ വന്നിട്ട് കഴുകുക എന്ന് വിചാരിച്ചിട്ട്. അങ്ങനത്തെ സമയങ്ങളിൽ ഞാൻ മോൻ്റെ തുണി കുറച്ചായിട്ട് ഇങ്ങനെ വൈകുന്നേരം കഴുകിയിടാറാണ് പതിവ്. അങ്ങനത്തെ സമയത്ത് കഴുകാറുണ്ട്, അല്ലാതെ ഞങ്ങൾ മാത്രമുള്ള ദിവസം അങ്ങനത്തെ സംഭവം ചെയ്യാറില്ല. രാവിലെ മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പോൾ അങ്ങനത്തെ മേല് കഴുകലൊക്കെ കഴിഞ്ഞ് ഞാൻ ഉമ്മർത്ത് ഇങ്ങനെ വന്നിരുന്നപ്പോൾ ഞങ്ങളെ വീടിൻ്റെ മുന്നിൽ പറമ്പിൽ കുറേ ചെമ്പരത്തി, അവർ അതിരിൽ ഇങ്ങനെ കുത്തിയതിൽ നിറയെ ചെമ്പരത്തി. ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് വീഡിയോ എടുത്തു വെച്ചതാണ്. അപ്പം ഞാനങ്ങനെ തൊടി നനയ്ക്കലും വിറകുണ്ടാക്കലും ഒക്കെ കഴിഞ്ഞ് അതൊക്കെ വിറകുണ്ടാക്കിയതൊക്കെ ഞാൻ അങ്ങനെ മുറ്റത്ത് തന്നെ ഇട്ടിരുന്നു, നല്ല വെയിലല്ലേ എന്ന് വിചാരിച്ചിട്ട്. രാവിലെ ഞാൻ നീട്ട് നോക്കിയപ്പോൾ ഇന്നലെ പുലർച്ചെ ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ, ഇന്ന് പുലർച്ചെ ഒരു 3 മണിയാകുമ്പോൾ മഴ പെയ്തിട്ട് നമ്മളുടെ 2-3 കൊലച്ച വാഴകളൊക്കെ വീണിരുന്നു. വിറക് വെട്ടിയിട്ട് അതൊക്കെ നനഞ്ഞു. അതൊക്കെ നനഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് മഴ തന്നെയാണ് വേണ്ടത്. അപ്പോൾ നല്ലൊരു മഴ ഇന്ന് പുലർച്ചെ 3 മണിക്ക് പെയ്തിരുന്നു, ഇടിയും മഴയൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെ ഞങ്ങളുടെ ഒരു 2-3 വാഴ വീണതൊക്കെയാണ്. ഇത് ഞാൻ രാവിലെ എടുത്തതാണ് കേട്ടോ. പിന്നെ അടുപ്പും പിന്നെ ഒന്ന് കത്തിക്കാൻ എന്തായാലും പറ്റില്ല, വേഗം ഉണങ്ങി കിട്ടുമല്ലോ. വേനൽക്കാലമല്ലേ, നല്ലൊരു വെയിൽ വന്നാൽ വേഗം അത് ഉണങ്ങും ചെയ്യും. അപ്പോൾ ഇന്ന് ഞാനെല്ലാം ഗ്യാസിൽ തന്നെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അടുപ്പൊന്ന് കത്തിക്കുക എന്നുള്ളത് റിസ്ക് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കുറച്ച് വൈകുന്നേരത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണും എന്ന പ്രതീക്ഷയിൽ, കാണുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.